അപ്പോഴേ ഇന്നും ആടിന് പുല്ല് മുറിക്കാൻ വന്നതാണേ. അപ്പം നിങ്ങൾക്ക് ഞാനൊരു ചെടി കാണിച്ചു തരാം. മിക്കുള്ളവരും കണ്ടു കാണും, ചില ആൾക്കാർക്ക് മാത്രമേ അറിയാതെ ഉള്ളത്. ഇത് തോരപ്പരിപ്പിൻ്റെ ചെടിയാണേ. അപ്പോൾ ഇതിൻ്റെ സീസണാണ് ഇപ്പോഴും. ജനുവരി വരെ ഇത് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ വഴിവെക്കൽ ഇത് വിൽക്കാൻ വെച്ചിരിക്കുവേ, കിലോ കണക്കിന് മേടിക്കാൻ. അപ്പോൾ ഇത് കൊണ്ടുവന്ന് പൊളിച്ചിട്ട് മസാല വെച്ച് കറി വെക്കും. പിന്നെ ഇവിടെ ഒരു തരം സപ്നീർ എന്ന് പറയുന്ന ഒരു കറിയും വെക്കുവേ. ഇതിൽ നല്ല ടേസ്റ്റാണ് തിന്നാൻ. പിന്നെ അല്ലാതെ ഞങ്ങളൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പൊളിച്ച് വേവിച്ച് ചുമ്മാ തിന്നും കേട്ടോ. കറി വയ്ക്കുന്നേക്കാളും ചുമ്മാ തിന്നാൻ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ തിന്നെ. അപ്പോൾ ഇത് വളമൊന്നും ഇടാതെ വളർത്തുന്നതായതുകൊണ്ട് തന്നെ വലിയ കായൊന്നും കേട്ടോ. അപ്പോൾ ഇവർ വീട്ടാവശ്യത്തിന് മാത്രം വളർത്തുന്നതാണ്, വിൽക്കാനല്ല. അതുകൊണ്ട് തന്നെ വലിയ വളപ്രയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിറച്ച് കായൊന്നുമില്ല. പിന്നെ ഇത് ഒരുമിച്ച് കായൊന്നും പിടിക്കത്തില്ല കേട്ടോ. ആവുന്ന കുറച്ച് കറി വയ്ക്കാവുന്നേ ഉള്ളൂ. കുറച്ച് സ്ഥലത്ത് മാത്രമേ അവർ നട്ടിട്ടുള്ളൂ കേട്ടോ. ചില ആൾക്കാർ ഇതിനെ പരിപ്പായിട്ട് എടുക്കാൻ ഉപയോഗിക്കുക. അങ്ങനെയുള്ളവർ ഈ ചെടി ഇങ്ങനെ നിർത്തിയിരുന്നിട്ട് ചെടി ഉണങ്ങുന്ന വരെ നിർത്തിയിട്ട് ചൂടറ്റം കൊണ്ട് വെട്ടിയെടുത്ത് ഉണക്കിയെടുക്കുവേ. ഉണക്കിയെടുക്കുമ്പോഴത്തേക്ക് ആ പയർ താനെ പൊളിഞ്ഞു വരും. അങ്ങനെ എടുക്കുവേ.